പിന്നെ ഈ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും ഭയങ്കര നല്ല രീതിയിലാണ് ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ്. അതായത് ഈ നമ്മൾ നേരത്തെ MT കുറിച്ച് പറഞ്ഞ പോലെ MT വേറൊരു തരത്തിലാണ് MTയുടെ ഡയലോഗുകൾ. ലോഹിതദാസിന്റെ ഡയലോഗുകൾക്ക് വേറൊരു തരത്തിലാണ്. അതായത് പുള്ളി സാധാരണക്കാർ ഇപ്പൊ വാത്സല്യം സിനിമയൊക്കെ നമുക്ക് വാത്സല്യത്തിലെ ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സാധാരണക്കാർ സംസാരിക്കുന്ന, അതായത് വീട്ടിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ. എന്നാൽ അത് റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണ്, എന്നാൽ അതിനോടൊപ്പം തന്നെ സിനിമാറ്റിക്കും ആണ്. നമ്മൾ ആ ഡയലോഗുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തനിയാവർത്തനത്തിൽ തന്നെ ഏതോ ഒരു ഡയലോഗ് ലോഹിതദാസ് പറഞ്ഞു, അത് മാറ്റാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണ് ആ ക്യാരക്ടർ സംസാരിക്കേണ്ടത്. അത് പഴയ റൈറ്റേഴ്സൊക്കെ അങ്ങനെയാണ്. അവരൊരു ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ ഇന്ന് പിന്നെ കൂടുതൽ നമ്മൾ കാണുക ആക്ടേഴ്സിന്റെ ഇംപ്രവൈസേഷൻ. അന്നും ഇംപ്രവൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവരൊരു ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ സിനിമയിൽ കണ്ടില്ലെങ്കിലും ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇപ്പോൾ വാത്സല്യം സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അത് ആ സിനിമയിൽ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സുന്ദരദാസ് ആണോ ആരോ ഒരാൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ലോഹിതദാസിന്റെ അടുത്ത് വെറുതെ ഒരു കാഷ്വൽ ടോക്കിൽ ചോദിച്ചു, ഈ മേലെടുത്ത് രാഘവനാർ എത്രാം ക്ലാസ് പഠിച്ചു എന്നപ്പോൾ ഒരു അരമണിക്കൂർ അതിന്റെ ഹിസ്റ്ററിയാണ്. അതായത് ഇന്ന ക്ലാസ്സിൽ ഇന്ന മാഷ് പഠിപ്പിച്ചിരുന്ന സമയത്താണ് ഈ മേലെടുത്ത് രാഘവനാരുടെ അച്ഛൻ മരിച്ചത്. അത് പറഞ്ഞു വന്ന ഒരു പോസ്റ്റ്മാൻ എന്തോ പറഞ്ഞു. അപ്പോൾ അതായത് ബാക്ക് സ്റ്റോറി സിനിമയിൽ പറയുന്നില്ല, പക്ഷെ ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ ആ ഒരു ബാക്ക് സ്റ്റോറിയുടെ ഇമ്പാക്ട് ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കും. നമുക്കത് ഫീൽ ചെയ്യുന്ന തരത്തിൽ. അതാണ് മമ്മൂക്ക പറഞ്ഞത്, ഞാൻ എന്ത് ചോദിച്ചാലും ആൾക്ക് അതിന് ഉത്തരവുണ്ട് എന്നുള്ളതാണ്.